ഹായ് ഫ്യൂച്ചർ ഡോക്ടർ. ഞാനിപ്പോൾ ഫ്യൂച്ചർ ഡോക്ടർ എന്ന് വന്ന് വിളിക്കുമ്പോൾ കുറേ പേരൊക്കെ വിചാരിക്കും, ഓ എൻ്റെ നീറ്റ് എക്സാം ഒക്കെ കൊളായി, എനിക്ക് മര്യാദക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പ്രതീക്ഷ പോലെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴാണ് ഈ മിസ് വന്നിട്ട് ഫ്യൂച്ചർ ഡോക്ടർ എന്ന് വിളിച്ച് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ച് അനോയിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് എനിക്ക് നിങ്ങൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആണെന്നുള്ള അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ആൻഡ് അത് നോ മാറ്റർ വാട്ട് യു ഡു, നോ മാറ്റർ വാട്ട് യുവർ എക്സാം എക്സ്പീരിയൻസ് വാസ്, ഇറ്റ് ഡസൻ ചേഞ്ച്. ബിക്കോസ് ഇഫ് നോട്ട് ടുഡേ, ടുമോറോ, ഡേ ആഫ്റ്റർ ഓർ ടിൽ ദി എൻഡ് ഓഫ് ടൈം നമുക്ക് ലൈഫിൽ എൻലെസ് പോസിബിലിറ്റീസ് ഉണ്ടടാ. അപ്പോൾ എക്സാം ഒക്കെ നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവില്ല. കുറേ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹോളിൽ നടന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ളൊരു റൂമോ ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷനോ ആയിരിക്കില്ല കിട്ടിയത്. ചിലപ്പോൾ ഭയങ്കര ചൂടായിരുന്നിരിക്കാം, ഫാന് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ടായിരുന്നില്ല, ഇൻവിജിലേറ്റേഴ്സ് സംസാരമായിരുന്നു, അല്ലെങ്കിൽ ടൈമിൽ അവർ തന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയില്ല, നിങ്ങൾ പാനിക്കായിപ്പോയി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവാം. ബട്ട് remember, you gave your best, you made it. just think of that. അതൊന്ന് ആലോചിച്ച് നോക്കടാ. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്, നമ്മൾ ഇത്രയും കാലം ഡ്രീം ചെയ്തത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? ഞാൻ എൻ്റെ നീറ്റ് എക്സാമിന് എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പഠിച്ചു. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, കുറേ പേരൊന്നും എന്നോട് സമ്മതിച്ചില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കായിരുന്നു, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ മെൻ്റലി ഫിസിക്കലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും I went there. I did it. I did my best. And that was like the best I could do in my life, and the once in a lifetime experience. അത് നിങ്ങൾ ചെയ്തു. So please pat yourself. നിങ്ങളെ തന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കണ്ണടച്ചേ, എന്നിട്ട് ജസ്റ്റ് കൺഗ്രാജുലേറ്റ്. നിങ്ങളെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ. നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ടിലൊന്ന് ഇമാജിൻ ചെയ്യുക കണ്ണടച്ചിട്ട്. എന്നിട്ട് നിങ്ങളൊന്ന് നന്നായിട്ട് ഹഗ് ചെയ്യുക, നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയുക, വി ഡിഡ് ഇറ്റ്, നമ്മളത് ചെയ്തു. ഇനിയുള്ളത് എന്തും ആവട്ടെ, നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, നിങ്ങൾക്ക് നീറ്റ് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് സീറ്റ് കിട്ടാം, കിട്ടില്ല, ദാറ്റ്സ് ഓക്കെ. അതൊക്കെ ഇനി അങ്ങോട്ടുള്ള സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് യു ഡിഡ് ഇറ്റ്, യു മെയ്ഡ് ഇറ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും വന്ന് ഇൻഡിവിജ്വലായിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഇതൊക്കെ പറയണമെന്നുണ്ട്, ഇത് പറ്റൂല. അപ്പോൾ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് അപ്രിഷിയേറ്റ് ചെയ്യുക, യു ഡിഡ് ഇറ്റ്. ഇനി മക്കൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ഇത്രയും നാൾ നമ്മൾ ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ടെൻഷൻ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. പലരോട് നമുക്ക് സംസാരിക്കാൻ പോലുള്ളൊരു മൂഡ് ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ ഭയങ്കര ദേഷ്യമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ രാത്രി വേറെ ഒന്നും ആലോചിക്കരുത്. പ്ലീസ് സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങുക. എന്നിട്ട് പിന്നെ ഉടനെ തന്നെ കീ ഒക്കെ നോക്കി, അയ്യോ എനിക്ക് എത്ര കിട്ടുമോ കാൽക്കുലേറ്റ് ചെയ്യുക, കിട്ടുമോ ഇല്ലയോ, ഇതിനൊക്കെ ഇനി സമയമുണ്ടടാ. ഓൾ ഓഫ് ദാറ്റ് ക്യാൻ വെയിറ്റ്. ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ് ടു നൈറ്റ്. നന്നായിട്ട് ഉറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യം നിങ്ങൾ ഇത്രയും നാൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവില്ലേ. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വരുമെന്ന് വിചാരിച്ച്, പനിയൊക്കെ വരണ്ടാന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചിലപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇന്ന് അതൊക്കെ വാങ്ങി കഴിക്കുക, പാരൻസിനോട് പറ അതൊക്കെ മേടിച്ച് തരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവിയോ ഏതെങ്കിലും സീരീസോ ഒക്കെ നിങ്ങൾ കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ കുറേ കാലമായിട്ട് നിങ്ങൾ എക്സാമിൻ്റെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ടേക്ക് യുവർ ടൈം. ഇന്ന് രാത്രി എക്സാമിനെ കുറിച്ചോ എക്സ്പീരിയൻസിനെ കുറിച്ചോ ആൻസർ കീ നോക്കുക, എത്ര നെഗറ്റീവ് വന്നു, ഇതായി, എൻ്റെ സ്കോർ എന്താ, ഇതൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് സ്ലീപ്പ്, അപ്രിഷിയേറ്റ് യുവർ സെൽഫ് ഫോർ മേക്കിംഗ് ഇറ്റ്, യു മെയ്ഡ് ഇറ്റ്. നിങ്ങൾ എക്സാം ഹോളിൽ പോയി എക്സാം എഴുതിയിടുക, ബാക്കിയൊക്കെ സെറ്റാവും. അപ്പോൾ ഇന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക. ഒരു 2 ദിവസം ഒരു ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെ ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇതൊന്നും പറയാനാണ് മിസ് വന്നത്. നിങ്ങളുടെ എക്സാം ഹോൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തുമായിക്കോട്ടെ, പ്ലീസ് അപ്രിഷിയേറ്റ് യുവർ സെൽഫ് ഫസ്റ്റ് ഫോർ മേക്കിംഗ് ഇറ്റ് ടിൽ ദിസ് ഡേറ്റ്. ഒരുപാട് പേര് ഇവിടം വരെ വന്ന് വേണ്ടാന്ന് വെച്ച് പോയവരുണ്ട്, പകുതി വഴിക്ക് വെച്ച് ക്വിറ്റ് ചെയ്തവരുണ്ടാവും. നിങ്ങളതൊന്നും ആവാണ്ട് യു മെയ്ഡ് ഇറ്റ് ടിൽ ദിസ് ഡേ. So I'm very proud of you, and everybody is proud of you. Please be proud of yourself, and let's figure out the rest together. ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് വരുന്നുണ്ടാവും. എല്ലാ ഹെൽപ്പിനും സപ്പോർട്ടിനുമായിട്ട് ഞങ്ങൾ എൻറ്റയർ ടീം ഇവിടെ ഉണ്ട്. And I'm very proud of you. I love you all very much. You're still my future doctor. All the best.